നമ്മള് സ്കൂളിൽ പഠിക്കുന്ന സയൻസും കണക്കുമൊക്കെയില്ലേ, ആ പാഠപുസ്തകങ്ങൾ അതിനുവേണ്ടി മാത്രമുള്ളതാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അല്ല, അതിനൊക്കെ അപ്പുറത്ത് ഒരു വലിയ ലക്ഷ്യം കൂടിയുണ്ട്. ജനാധിപത്യ ബോധമുള്ള പൗരന്മാരെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യം. അത് എങ്ങനെയാണ് നമ്മുടെ പാഠ്യപദ്ധതിയിലൂടെ സാധ്യമാകുന്നതെന്ന് നമുക്കൊന്നിച്ചു നോക്കാം. അമേരിക്കൻ ചിന്തകനായ ജോൺ ഡൂയിയുടെ ഈ വാക്കുകൾ കേട്ടുനോക്കൂ. ജനാധിപത്യം ഒരു ഭരണകൂടത്തിന്റെ രൂപമല്ല. പ്രാഥമികമായും അതൊരു കൂട്ടായ ജീവിത രീതിയാണ്. സത്യത്തിൽ ഇത് നമ്മൾ ജനാധിപത്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന രീതിയെ തന്നെ മാറ്റിമറിക്കുന്ന ഒരാശയമാണ്, അല്ലേ? വെറും 5 വർഷം കൂടുമ്പോൾ വോട്ട് ചെയ്യുന്ന ഒരു പരിപാടി മാത്രമല്ല, അതിനപ്പുറം എന്തോ ഒന്നാണത്. ഡ്യൂയി പറഞ്ഞ വലിയ ആശയം നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ എത്രത്തോളം പ്രസക്തമാണെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു ക്യൂവിൽ നമ്മുടെ ഊഴം വരുന്നതുവരെ കാത്തുനിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മളോട് ഒരു തരത്തിലും യോജിപ്പില്ലാത്തൊരാളുടെ അഭിപ്രായത്തെ ബഹുമാനിക്കുന്നത്, ഇതൊക്കെ തന്നെയാണ് ജനാധിപത്യപരമായ പ്രവൃത്തികൾ. അല്ലാതെ ഇത് കേവലം വോട്ട് ചെയ്യുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഗാന്ധിജിയുടെ ഈ വാക്കുകൾ ആ ആശയത്തിന് ഒന്നുകൂടി ആഴം നൽകുന്നുണ്ട്. ശക്തരായവർക്ക് ദുർബലരായവരോടൊപ്പം അവസരം ലഭിക്കുന്ന ഒന്നാണ് ജനാധിപത്യത്തെ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ എന്താണിതിന്റെ കാതൽ? സമത്വം. എല്ലാവർക്കും ഒരേ വേദി, ഒരേ അവസരം. അതാണ് കാര്യം. അപ്പോൾ നമ്മൾ പറഞ്ഞുവരുന്നത്, ജനാധിപത്യം എന്നത് നമ്മുടെ ദൈനംദിന പെരുമാറ്റങ്ങളിലും മൂല്യങ്ങളിലുമൊക്കെ അലിഞ്ഞുചേർന്ന ഒരു ജീവിത രീതിയാണെന്നാണ്. അല്ലാതെ വെറും ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയല്ല. ഈ ജനാധിപത്യ ശീലങ്ങളൊക്കെ പഠിക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടമേതായിരിക്കും? സംശയിക്കേണ്ട, അത് നമ്മുടെയൊക്കെ വിദ്യാലയങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ജനാധിപത്യം ഒരു ജീവിത രീതിയാണെങ്കിൽ ആ ജീവിതം എങ്ങനെയാണ് നയിക്കേണ്ടതെന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ നമുക്കൊരു പ്ലാൻ വേണ്ടേ? ഒരു രാജ്യത്തിന്റെ ആ ഒരു ഔദ്യോഗിക പ്ലാനിനെയാണ് നമ്മൾ പാഠ്യപദ്ധതി അഥവാ കരിക്കുലം എന്ന് പറയുന്നത്. അതാണ് ഒരു നല്ല പൗരനു വേണ്ടിയുള്ള രൂപരേഖ. ഈ പാഠ്യപദ്ധതി എന്ന് പറഞ്ഞാല് എന്താണ് സംഭവം? ഒരു കോഴ്സ് ഓടുക എന്നൊക്കെ അർത്ഥം വരുന്ന ക്യുരേറെ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണിത് വരുന്നത്. പക്ഷെ ഇത് പുസ്തകത്തിലെ പാഠങ്ങളുടെ ഒരു ലിസ്റ്റ് മാത്രമല്ല കേട്ടോ. ക്ലാസ് റൂമിലെ ചർച്ചകൾ മുതൽ കളിസ്ഥലത്തെ കൂട്ടുകൂടൽ വരെ ഒരു കുട്ടി സ്കൂളിൽ നിന്നും അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അതെല്ലാം ഈ പാഠ്യപദ്ധതിയുടെ ഭാഗമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ വാക്കുകൾക്ക് വലിയ പ്രസക്തി വരുന്നത്. അദ്ദേഹം പറഞ്ഞു, നാം വൈരുദ്ധ്യങ്ങളുടെ ഒരു ജീവിതത്തിലേക്ക് ചുവടുവെക്കുകയാണ് എന്ന്. എന്താണ് ആ വൈരുദ്ധ്യം? രാഷ്ട്രീയമായി നമുക്ക് സമത്വം കിട്ടി, അതായത് എല്ലാവരുടെ വോട്ടിനും ഒരേ മൂല്യം. പക്ഷെ നമ്മുടെ സാമൂഹിക ജീവിതത്തിലോ? അവിടെ അസമത്വം അതുപോലെ തന്നെ നിൽക്കുന്നു. ഈ വലിയൊരു വെല്ലുവിളിയാണ് ശരിക്കും നമ്മുടെ ജനാധിപത്യ വിദ്യാഭ്യാസം നേരിടേണ്ടത്. ഈ വൈരുദ്ധ്യങ്ങളെയൊക്കെ മറികടക്കാൻ നമുക്ക് വഴികാട്ടിയായിട്ട് എന്താണുള്ളത്? അതാണ് നമ്മുടെ ഭരണഘടന. ആ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങൾ ക്ലാസ് മുറികളിൽ എത്തിക്കുന്നതിലാണ് ഒരു ജനാധിപത്യ പാഠ്യപദ്ധതിയുടെ വിജയമിരിക്കുന്നത്. നീതി, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം, മതേതരത്വം ഇവ വെറും വാക്കുകളായി കണ്ടാൽ മതിയോ? പോരാ. ഒരു ജനാധിപത്യ സമൂഹം പടുത്തുയർത്തിയിരിക്കുന്ന തൂണുകളാണിത്. പാഠ്യപദ്ധതിയുടെ പ്രധാന ലക്ഷ്യം തന്നെ ഈ മൂല്യങ്ങൾ ഓരോ വിദ്യാർത്ഥിയുടെയും ഉള്ളിന്റെ ഉള്ളിൽ എത്തിക്കുക എന്നതാണ്. ഈ പറഞ്ഞ ഭരണഘടനാ മൂല്യങ്ങളുണ്ടല്ലോ, അത് നമുക്ക് പൗരന്മാരെന്ന നിലയിൽ ചില അടിസ്ഥാനപരമായ അവകാശങ്ങൾ ഉറപ്പു നൽകുന്നുണ്ട്. സംസാരിക്കാനും അഭിപ്രായം പറയാനും സമാധാനപരമായി ഒത്തുകൂടാനും സംഘടനകൾ രൂപീകരിക്കാനും എല്ലാമുള്ള സ്വാതന്ത്ര്യം. ഇതൊന്നുമില്ലാതെ ഒരു പൗരൻ എങ്ങനെയാണ് സമൂഹത്തിൽ സജീവമായി ഇടപെടാൻ കഴിയുക? പക്ഷെ നമ്മളൊരു കാര്യം മറക്കരുത്, ഒരു നാണയത്തിന് 2 വശങ്ങളുള്ള പോലെയാണിതും. സ്വാതന്ത്ര്യത്തിന്റെ മറുപുറമാണ് ഉത്തരവാദിത്തം. അതുകൊണ്ട് അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ നിർണായകമായ മറ്റൊരു ചോദ്യം കൂടി ചോദിക്കണം. ഒരു പൗരന്റെ കടമകൾ എന്തൊക്കെയാണ്? നമ്മുടെ ഭരണഘടന തന്നെ ചില മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. രാജ്യത്തിന്റെ ഐക്യം കാത്തുസൂക്ഷിക്കുക, എല്ലാ വിഭാഗം ജനങ്ങളോടും ഒരുപോലെ സാഹോദര്യത്തോടെ പെരുമാറുക, നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയെ സംരക്ഷിക്കുക, പൊതുമുതൽ നശിപ്പിക്കാതിരിക്കുക. ഇതൊക്കെ ഒരു ജനാധിപത്യം നന്നായി നിലനിൽക്കാൻ ഓരോ പൗരനും ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളാണ്. ഈ പറഞ്ഞ മൂല്യങ്ങളും കടമകളുമൊക്കെ പുസ്തകത്തിൽ പഠിപ്പിച്ചാൽ മാത്രം മതിയോ? പോരാ. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വരുന്നത്: ജനാധിപത്യം എങ്ങനെ പഠിക്കാമെന്നത്. സത്യം പറഞ്ഞാൽ എന്ത് പഠിപ്പിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് എങ്ങനെ പഠിപ്പിക്കുന്നു എന്നത്. കാരണം ജനാധിപത്യം എന്നു പറയുന്നത് ഒരു പ്രവൃത്തിയാണ്, അല്ലാതെ വെറുമൊരു അറിവല്ല. ഈ 2 തരം ക്ലാസ് റൂമുകൾ ഒന്നു നോക്കൂ. നമ്മളിൽ പലർക്കും ഒരുപക്ഷെ ആദ്യത്തേത് നല്ല പരിചയമുണ്ടാകും. അധ്യാപകൻ മാത്രം സംസാരിക്കുന്നു, കുട്ടികൾ മിണ്ടാതെ കേൾക്കുന്നു.
എന്നാൽ ഒരു ജനാധിപത്യപരമായ ക്ലാസ് രണ്ടാമത്തേതാണ്. അവിടെ അധ്യാപകൻ ഒരു വഴികാട്ടി മാത്രമാണ്. കുട്ടികൾ സ്വയം കണ്ടെത്തിയും ചർച്ച ചെയ്തും സഹകരിച്ചുമൊക്കെയാണ് പഠിക്കുന്നത്. അവരുടെ സംശയങ്ങളും ജിജ്ഞാസയുമാണ് അവിടത്തെ പ്രധാന പാഠപുസ്തകം. അതേപോലെ തന്നെയാണ് പഠനത്തിന്റെ വിജയത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടും മാറേണ്ടത്. പഴയ രീതിയിൽ ശരിയായ ഉത്തരം കിട്ടിയോ എന്ന് മാത്രമേ നമ്മൾ നോക്കൂ. എന്നാൽ പുതിയ ജനാധിപത്യപരമായ രീതിയിൽ ആ ഉത്തരത്തിലേക്കെത്താൻ കുട്ടി സഞ്ചരിച്ച വഴിക്കാണ് പ്രാധാന്യം. ആ ചിന്താ പ്രക്രിയയാണ് പ്രധാനം. നമ്മൾ പറയില്ലേ, ലക്ഷ്യസ്ഥാനം പോലെ തന്നെ യാത്രയും പ്രധാനമാണെന്ന്. അതുപോലെ എല്ലാത്തിനുമുപരിയായി ഒരു ജനാധിപത്യ ക്ലാസ് റൂം എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒന്നായിരിക്കണം. ശാരീരികമോ സാമൂഹികമോ സാമ്പത്തികമോ ആയ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് പ്രത്യേക പിന്തുണയും പരിഗണനയും നൽകണം. കാരണം യഥാർത്ഥ സമത്വം എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരേപോലെ കൊടുക്കുന്നതല്ല, മറിച്ച് ഓരോരുത്തർക്കും അവരുടെ ആവശ്യത്തിനനുസരിച്ച് പിന്തുണ നൽകുന്നതാണ്. അപ്പോ നമ്മളിതുവരെ സംസാരിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഓടിച്ചു നോക്കിയാലോ? 1. ജനാധിപത്യം തെരഞ്ഞെടുപ്പ് ബൂത്തിൽ ഒതുങ്ങുന്നില്ല. അതൊരു ജീവിത രീതിയാണ്. 2. ഈ ജീവിത രീതി പഠിപ്പിക്കാനുള്ള നമ്മുടെ രാജ്യത്തിന്റെ ബ്ലൂപ്രിന്റാണ് പാഠ്യപദ്ധതി. 3. നമ്മുടെ ഭരണഘടനയുടെ മൂല്യങ്ങളാണ് ആ ബ്ലൂപ്രിന്റിന്റെ ആത്മാവ്. പിന്നെ ഏറ്റവും പ്രധാനമായി 4ാമത്തെ കാര്യം, അറിവ് പകരുന്നതുപോലെ തന്നെ പ്രധാനമാണ് ജനാധിപത്യപരമായ രീതിയിൽ അത് പഠിപ്പിക്കുന്നതും. അവസാനിപ്പിക്കുന്നതിനു മുൻപ് ഞാനൊരു ചോദ്യം ചോദിക്കാം. നമ്മുടെ വിദ്യാലയങ്ങൾ വോട്ടർമാരെയാണോ വാർത്തെടുക്കുന്നത്, അതോ ജനാധിപത്യവാദികളെയാണോ? അതായത് കേവലം തെരഞ്ഞെടുപ്പ് ദിവസം പോയി വോട്ട് ചെയ്യുന്നവരെയോ, അതോ ജനാധിപത്യത്തെ ഒരു ജീവിത രീതിയായി തന്നെ കാണുന്ന ഒരു തലമുറയെയോ? ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കി വയ്ക്കുന്നൊരു ചോദ്യമാണിതല്ലേ?